ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് മോഹൻ ബഗാനോട് 4-3 സ്കോറിൽ പരാജയപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മത്സരത്തെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ടുള്ള ഈ ന്യൂസ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ IFT ന്യൂസ് മീഡിയ ആണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ IFT ന്യൂസ് മീഡിയയുടെ ആ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ അവർ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനിച്ച്, നമ്മുടെ സ്വന്തം ആശാന് ഈ സീസൺ കഴിയുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാധ്യതകളുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് കാരണം പിന്നെ ഇവാൻ വുക്കോമാനോവിച്ചിന് യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ടീമുകളിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്ലബ്ബുകളിൽ നിന്ന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL എന്ന നിലവിലുള്ള 2 കോച്ചുമാരായിട്ട് ടോക്സും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നും അതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ IFT ന്യൂസ് മീഡിയ അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ്. നല്ല ന്യൂസുകളും കാര്യങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അതിനുള്ള സാധ്യതകളില്ല എന്നും നമുക്ക് തള്ളിക്കറാൻ സാധിക്കില്ല. ഇപ്പോൾ 3 സീസണായി ഇവാൻ വുക്കോമാനോവിച്ച് ഇതിൽ ഒരു കിരീടം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിത്തരാൻ സാധിച്ചിട്ടില്ല. ഇനി സീസണിൽ ISL ട്രോഫിയെങ്കിലും നേടാൻ സാധിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇനി പ്ലേ ഓഫിലേക്ക് കടന്ന് കയറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശാൻ ക്ലബ്ബ് വിടുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആശാൻ ക്ലബ്ബ് വിടുന്നതെന്നാണോ അതോ ഒരു വർഷം കൂടി ഇവാൻ ആശാനെ നിലനിർത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹം എന്നുള്ളത് എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.